എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ ഒടുവിൽ തുരത്തി. കള്ളപ്പറ തെക്കുമ്മൽ കോളനിക്ക് സമീപമാണ് ആനകൾ എത്തിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. പുന്നക്കാട് തട്ടക്കാട് ഭാഗത്ത് തട്ടക്കാട് സെക്ഷൻ ഓഫീസിന്റെ സെക്ഷൻ പരിധിയിലുള്ള പുന്നക്കാട് തട്ടക്കാട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ തെക്കുമേൽ സൈഡിലേക്ക് വന്ന ജനവാസ മേഖലയ്ക്ക് അടുത്ത് വന്ന ആന പോകാണ്ട് നിന്നതിന്റെ ഫലമായിട്ട് ഇന്ന് രാവിലെ ആന ഉണ്ടെന്ന് അറിയുകയും അതിനെ ഞങ്ങൾ ഉച്ചവരെ നിരീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അത് പോകാണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വാച്ചർമാരുടെയും ആറാട്ട് ടീമിന്റെയും വാർഡ് മെമ്പർമാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അവരുടെ സഹായത്തോടുകൂടി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ ആനയെ ഓടിച്ച് ഉൾക്കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. രാഗിൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. രാഗിൻ, എത്രയോ തവണയായി കോതമംഗലത്തെ ജനവാസ മേഖലയിൽ ആനകൾ ഇറങ്ങുന്ന, കാട്ടാനകൾ വരുന്ന വാർത്ത ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ പ്രദേശത്ത് സമീപം വനമേഖലയുണ്ടോ? ആര്യ, നമ്മുടെ പ്രാദേശിക ലേഖകൻ ടാൾസൺ പകർത്തിയ ദൃശ്യങ്ങളാണിത്. ഈ കോതമംഗലം കളപ്പാറ ഭാഗത്താണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. 3 ആനകൾ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ആന അവിടെ തമ്പടിക്കുകയായിരുന്നു. ഇത് വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയാണ്. എന്തായാലും കാട്ടാനക്കൂട്ടം അവിടെ ഇറങ്ങി. ജനങ്ങൾ വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ആ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. പ്രത്യേകിച്ചും ഈ കൃഷി നശിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും വനപാലകരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഒക്കെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ആനയെ തുരത്തിയിരിക്കുന്നത്. പടക്കം പൊട്ടിച്ച് സുരക്ഷിതമായി ഉൾവനത്തിലേക്ക് വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ്. പല ഇടങ്ങളിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നേരത്തെ കോതമംഗലം കോട്ടപ്പടി ഭാഗത്ത് വീടിന് മുന്നിൽ ആന വന്നതിനെ തുടർന്ന് അതിനെ തുരത്താൻ പുറത്തേക്ക് ഇറങ്ങി. ആ ഘട്ടത്തിൽ ആന തിരിഞ്ഞു നിന്നത് കണ്ട് ഭയന്ന് ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കാട്ടാനകളെ തുരത്തിയിട്ടുണ്ട് വനത്തിനുള്ളിലേക്ക്. എന്തായാലും സ്ഥിരമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഒരിടമാണത്.